ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന സുനിത വില്യംസിനെയും ബിശ്വിൽ മോറിനെയും തിരികെ എത്തിക്കാനായി വിക്ഷേപിച്ച ക്രൂട്ടൺ പേടകത്തിന്റെ ഡോക്കിംഗ് വിജയകരം. ഉടൻ ഹാച്ചിംഗ് പൂർത്തിയാക്കുമെന്നാണ് വിവരം. തുടർന്ന് പേടകം ഇന്റർനാഷണൽ സ്പേസ് സെന്ററിലേക്ക് പ്രവേശിക്കും. വിവരങ്ങളുമായി ഐസൻ ജോസ് ഉണ്ട്. ഐസൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? 11:10 സമയം. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ സ്പേസ് സ്റ്റേഷൻ്റെ പേടകത്തിൻ്റെ വാതിലും അതുപോലെ തന്നെ സ്പേസ് സ്റ്റേഷൻ്റെ വാതിലും തുറന്നിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നതാണ്. ഈ ബഹിരാകാശ സഞ്ചാരികളെല്ലാം തന്നെ അവിടെ കാത്തു നിൽക്കുന്നു. ഈ പേടകത്തിൽ നിന്നുള്ളവർ പുറത്തേക്ക് കടക്കുന്നതിന് വേണ്ടി നിൽക്കുന്നു. നമ്മൾ അല്പസമയം മുമ്പുള്ള ദൃശ്യങ്ങളിൽ സുനിത വില്യംസിനെ എല്ലാം തന്നെ കാണാൻ നമുക്ക് സാധിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വാതിൽ വഴിയാണ് ഈ സ്പേസ് സ്റ്റേഷനിലേക്കുള്ള ശാസ്ത്രജ്ഞർ അകത്തേക്ക് പ്രവേശിക്കുക. അകത്തേക്ക് പ്രവേശിച്ചതിന് ശേഷം സുനിത വില്യംസ് ഉൾപ്പെടെയുള്ളവർ തിരിച്ച് പ്രവേശിക്കുക. അത് 19-ാം തീയതിയാണ് അവർ തിരിച്ചു വരുന്നത്. അതിനനുസരിച്ച് ഇന്ന് തന്നെ അവർ തിരിച്ച് പേടകത്തിലേക്ക് പോകുന്ന ഒരു പ്രോസസ്സ് നടക്കില്ല എന്നത് തന്നെയാണ്. എന്നാൽ ഈ ശാസ്ത്രജ്ഞർ അകത്തേക്ക് പ്രവേശിക്കുന്ന ഹാച്ച് തുറന്നതിന് ശേഷം ഈ പേടകത്തിലേക്ക് പ്രവേശിക്കുന്ന ആദ്യഘട്ടം 4 പേരുള്ളതിൽ ഓരോ ഘട്ടമായി ആദ്യത്തെ സയൻറ്റിസ്റ്റും അതിനെ തുടർന്ന് അടുത്ത സയൻറ്റിസ്റ്റും എല്ലാം തന്നെ ഇങ്ങനെ ഇതിനകത്തേക്ക് പ്രവേശിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് നടക്കുക. ഇപ്പോൾ അതെല്ലാം തന്നെ ഹാച്ചിങ് പൂർത്തിയായിരിക്കുന്നു. നമുക്കറിയാവുന്നതാണ്, നേരത്തെ 9:34 കൂടിയാണ് ഡോക്കിംഗ് പൂർത്തിയായത്. നമുക്കറിയാം ഈ ബഹിരാകാശ നിലയത്തിൽ കൃത്യമായി ഡ്രാഗൺ ഈ പേടകം കൃത്യമായി അറ്റാച്ച് ചെയ്യുകയും ചെയ്തു. അറ്റാച്ച് ചെയ്തതിന് ശേഷം പേടകത്തിൻ്റെയും അതുപോലെ തന്നെ ബഹിരാകാശ നിലയത്തിൻ്റെയും വാതിലുകൾ തുറന്ന് കൃത്യമായി ഈ ബഹിരാകാശ യാത്രികർ ഈ ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുക. നിലയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളെല്ലാം ഉണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട്, സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കും ആ ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുക. ഇപ്പോൾ അവരെ, അതായത് ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയ, ഭൂമിയിൽ നിന്ന് എത്തിയവരെ കാത്തു നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കാം. ഒരു ഫോട്ടോഗ്രാഫർ ഉൾപ്പെടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ മാത്രമാണ് അത് കാണാൻ സാധിക്കുന്നത് എങ്കിൽ കൂടി അത്തരത്തിൽ ആ ദൃശ്യങ്ങൾ, സ്പേസ് സ്റ്റേഷനകത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പേടകത്തിലേക്ക് അവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് മാറുക എന്നതാണ് അടുത്തൊരു നടപടിക്രമത്തിൻ്റെ ഭാഗമായുള്ളത്. 19-ാം തീയതിയോടുകൂടി സുനിത വില്യംസിനെ തിരിച്ച് ഭൂമിയിലേക്ക് എത്തിക്കുന്നതിനുള്ള പേടകം പുറപ്പെടുന്നതിന് മുമ്പുള്ള പരിപാടികൾ നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ പേടകത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള സമയം, അല്പസമയത്തിനകം പേടകത്തിലേക്ക് ഈ ശാസ്ത്രജ്ഞരെല്ലാം തന്നെ പ്രവേശിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ ലഭ്യമാകുന്നത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്നുള്ള ആ ബഹിരാകാശ യാത്രികരെ കാത്തു നിൽക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം ഈ സ്പേസ് സ്റ്റേഷനിലേക്ക് അവർ പ്രവേശിക്കുകയും ചെയ്യും. നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്, ആ വാതിലുകൾ തുറന്നിരിക്കുന്ന ഒരു ഇത് കാണാൻ സാധിക്കുന്നുണ്ട്. തുറന്നിരിക്കുന്ന വാതിലുകൾക്ക് തൊട്ടു മുന്നിൽ ബഹിരാകാശ നിലയത്തിലെ ശാസ്ത്രജ്ഞർ കാത്തു നിൽക്കുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അല്പസമയത്തിനകം സുനിത വില്യംസിനെ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള പേടകത്തിൽ നിന്നുള്ള ആളുകൾ ബഹിരാകാശ നിലയത്തിൽ ആ ശാസ്ത്രജ്ഞർ പ്രവേശിക്കും. അതിനുശേഷം 19-ാം തീയതിയാണ് ഇവർ തിരിച്ചു വരുന്നത്. തിരിച്ചു വരാൻ ഇപ്പോൾ ഡേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. ആ തീരുമാനിച്ച ദിവസത്തേക്ക് വരുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളായിരിക്കും ഇനി നടക്കുക. എന്തു തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ ഉടൻ ബഹിരാകാശ യാത്രികർ പ്രവേശിക്കുമെന്നാണ് നമുക്ക് നൽകാനാകുന്ന ഏറ്റവും പുതിയ വിവരം. ദൃശ്യ ജോസാണ് വിവരങ്ങൾ നൽകിയത്. ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന സുനിത വില്യംസിനെയും ബിശ്വിൽ മോറിനെയും തിരികെ എത്തിക്കാനായി വിക്ഷേപിച്ച ക്രൂട്ടൺ പേടകത്തിന്റെ ഡോക്കിംഗ് ആണ് വിജയകരമായി പൂർത്തിയായിരിക്കുന്നത്. ഉടൻ തന്നെ ഹാച്ചിംഗ് പൂർത്തിയാക്കുമെന്നാണ് വിവരം. തുടർന്ന് പേടകം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പ്രവേശിക്കും. കഴിഞ്ഞ 9 മാസമായി സുനിത വില്യംസും അതുപോലെ ബിശ്വിൽ മോറും ബഹിരാകാശ സ്പേസ് സ്റ്റേഷനിൽ തുടരുകയാണ്. ഇനി 19-ാം തീയതിയോടുകൂടി ഇവർക്ക് തിരിച്ചെത്താനാകും, ഭൂമിയിലേക്ക് തിരിച്ചെത്താനാകുമെന്നാണ് ഇതാവുന്നത്. ഐസൻ, ഇത് ഈ ഇത്രയും ദിവസം ഇവർ സ്പേസ് സ്റ്റേഷനിൽ തുടർന്നതുകൊണ്ട് ഇവർക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ലഭ്യമാണോ? തീർച്ചയായും ദൃശ്യ, സുനിത വില്യംസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്നതാണ്, അവിടെ ആരോഗ്യ പരിശോധന, സ്വാഭാവികമായ ചില ആരോഗ്യ പരിശോധനാ സംവിധാനങ്ങളായിരിക്കും ഉണ്ടാവുക. അത്തരത്തിലുള്ള ആരോഗ്യ പരിശോധനാ സംവിധാനങ്ങളെല്ലാം തന്നെ നടക്കുമ്പോൾ അവർക്ക് സാധ്യമായ രീതിയിൽ ചലനങ്ങളെല്ലാം തന്നെ സാധിക്കുന്നുണ്ട്. അവർ അവിടെ വ്യായാമം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബിശ്വിൽ മോർ ഉൾപ്പെടെയുള്ളവർ വ്യായാമം ചെയ്യുകയും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് എങ്കിൽ കൂടി നമുക്കറിയാം 9 മാസമായി അവർ കഴിയുന്നത് ഗുരുത്വാകർഷണ ബലമില്ലാത്ത പ്രദേശത്താണ്. ഭൂമിയുടെ ഗുരുത്വാകർഷണ കേന്ദ്രത്തിന് പുറത്താണ് അവർ കഴിയുന്നത് എന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഈ ബഹിരാകാശ നിലയത്തിലൊക്കെ കഴിയുമ്പോൾ ഗുരുത്വാകർഷണമില്ലാത്തൊരു സാഹചര്യത്തിൽ ശരീരത്തിൻ്റെ ഘടനയിൽ തന്നെ പല വ്യത്യാസങ്ങൾ വരികയും ചെയ്യും. അത്തരത്തിൽ മനുഷ്യ ശരീരം ഭൂമിയിലെ ഗുരുത്വാകർഷണവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ജീവ സംവിധാനമാണുള്ളത്. മനുഷ്യ ശരീരവും അതുപോലെ തന്നെ ഭൂമിയിലെ എല്ലാ ജീവ സംവിധാനങ്ങളും അത്തരത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സംവിധാനത്തിൽ നിന്നും 9 മാസത്തോളമായി ഒരു മാറ്റം വന്നിരിക്കുന്നു എന്നത്, അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് ഏറെ ഗൗരവത്തോടെ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്നതാണ്, ചില വിവരങ്ങളെല്ലാം നമുക്ക് ലഭ്യമാകുന്നുണ്ട്.
നടക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നും സൂചനകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ബഹിരാകാശ നിലയത്തിലേക്ക് അവർ പ്രവേശിക്കുന്ന ആ ഒരു ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ആ ശാസ്ത്രജ്ഞർ 4 ശാസ്ത്രജ്ഞരും ബഹിരാകാശ നിലയത്തിൽ സുനിത വില്യംസിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അവർ ബഹിരാകാശ നിലയത്തിലേക്ക് എത്തി ഹാച്ചിങ് പൂർത്തിയായതിനു ശേഷം ബഹിരാകാശ നിലയത്തിലേക്ക് ഭൂമിയിൽ നിന്നെത്തിയ യാത്രികർ പ്രവേശിച്ച ആ ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. അവരെ ആലിംഗനം ചെയ്തുമൊക്കെ അവരെ സ്വീകരിക്കുന്നു. സുനിത വില്യംസ് തന്നെ മുന്നിലുണ്ട്. ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. തീർച്ചയായും ഈ വലിയൊരു നേട്ടം ഇപ്പോൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ആ ഒരു സന്തോഷ പ്രകടനം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭൂമിയിൽ നിന്നും ഏതാണ്ട് 416 കിലോമീറ്ററിലേറെ ഉയരത്തിൽ ഇവർ ബഹിരാകാശ നിലയത്തിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നു. ആ ബഹിരാകാശ നിലയം നമുക്കറിയാവുന്നതാണ്. ഡോക്കിംഗ് നടന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലാണ്. ഇപ്പോൾ ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിച്ച സമയം ഏത് സമയമായിരിക്കും എന്നത് സംബന്ധിച്ചുള്ള സമുദ്രത്തിൻ്റെ അല്ലെങ്കിൽ ഭൂമിയുടെ ഏത് പ്രദേശത്തിൻ്റെ മുകളിലാണ് ഈ ചരിത്ര സംഭവം ഉണ്ടായിരിക്കുന്നതെന്നെ സംബന്ധിച്ച വിവരങ്ങളെല്ലാം തന്നെ അല്പസമയത്തിനകം നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. നിലവിൽ ശാസ്ത്രജ്ഞരെല്ലാം തന്നെ എത്തിയിരിക്കുന്നു. അതായത് 4 പേർ ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി അല്പസമയത്തിനകം മറ്റു നടപടികൾ പൂർത്തിയാകുകയും ചെയ്യുമെന്നാണ് നമുക്ക് അറിയിക്കാവുന്ന ഏറ്റവും പുതിയ ഇത് സംബന്ധിച്ച വാർത്ത. ദൃശ്യം ശരി. സയൻസ് ഡെസ്കിൽ നിന്ന് ഐസിൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്. 286 ദിവസങ്ങൾക്ക് ശേഷമാണ് ഭൂമിയിൽ നിന്നുള്ള ആളുകളെ സുനിത വില്യംസും അതുപോലെ ബിശ്വിൽ മോറും ഇപ്പോൾ അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷനിൽ കണ്ടുമുട്ടിയിരിക്കുന്നത്. ഇനി 19-ാം തീയതിയോടുകൂടി ഇവർ തിരികെ ഭൂമിയിലേക്ക് എത്തും.